ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലുള്ള കൊയാസ് ഹോസ്പിറ്റലിന് മുന്നിലാണ്. ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന അനിഷ്മയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അനിഷ്മ, ഒന്ന് പരിചയപ്പെടുത്താമോ? ഹായ്, എൻ്റെ പേര് പറഞ്ഞ പോലെ അനിഷ്മ. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. എങ്ങനെയാണ് അനിഷ്മ കോയാസ് ഹോസ്പിറ്റലിലെ ഡയറക്റ്റ് ഇൻറ്റേൺഷിപ്പിലേക്ക് എത്തുന്നത്? ആ ജേണി ഒന്ന് പറയാമോ? ഞാൻ +2 കഴിഞ്ഞിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തത്. അത് ഒരു 3 months കോഴ്സായിരുന്നു. ഞാനൊരു അക്കാദമിയിൽ പഠിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് ജോബിനാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ജോബിന് കയറുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണമെന്നാണ്. അപ്പോൾ എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും ഇല്ല. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാന്നുള്ളതിൽ ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ കുറേ സ്ഥലത്ത് ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഈ കോഴ്സ് ഒന്നും കൂടെ ചെയ്യണം, അവരെ അക്കാഡമിയിൽ ഒന്നുകൂടെ ചെയ്യണം, എന്നാലും നമുക്ക് അവർക്ക് പ്ലേസ്മെൻറ്റും കാര്യങ്ങളും അവർ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ കുറേ നോക്കി. അപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഇന്ത്യൻസ് ഗ്ലോബലിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ ഡയറക്റ്റ് കോൾ ചെയ്തു, അവരോട് സംസാരിച്ചു, എൻ്റെ നോളജും കരിയർ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ മനസ്സിലാക്കി. അവരത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇൻറ്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ കാലിക്കറ്റ് കോയസ് ഹോസ്പിറ്റലിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് കിട്ടി. ഇപ്പോൾ ഞാനിവിടെ 3 weeks ആയിട്ട് വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്. 3 weeks ആയല്ലേ അനിഷ്മ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പോൾ ഈ 3 weeks കൊണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ അനിഷ്മ വർക്ക് ചെയ്തു? ഞാൻ ഫസ്റ്റ് വീക്കിൽ ലാബിലായിരുന്നു, ലബോറട്ടറിയിൽ. അത് കഴിഞ്ഞ് റിസപ്ഷൻ, ഹെൽപ്പ് ഡെസ്ക്, ഇപ്പോൾ ഓഫീസിലാണ്. ഈ 3 weeks കൊണ്ട് തന്നെ അനിഷ്മ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു അല്ലേ? അപ്പോൾ ഈ 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് കഴിയുന്നതോടെ അനിഷ്മ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, തീർച്ചയായും എനിക്കും അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്. കാരണം ഞാനിവിടെ വന്ന പോലെയല്ല ഞാനിപ്പോൾ ഈ ഒരു 3 weeks കൊണ്ട്. ഞാനിവിടെ വന്നപ്പോഴേക്കും ഒന്നും അറിയില്ലായിരുന്നു സത്യത്തിൽ. ഞാനിങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ഓൺലൈനാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡേ വന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഫസ്റ്റ് വീക്കൊക്കെ. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റത്തെ പഠിച്ചു തുടങ്ങി. ഇവിടെ നിന്ന് 3 months കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. ഒരു കമ്പനിയിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നല്ലതിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് താല്പര്യം ഉണ്ടായിട്ട് തന്നെയാണോ അനിഷ്മ ഈ ഫീൽഡ് ചൂസ് ചെയ്തത്? അതെ, ഞാൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫീൽഡിനോട് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ അന്വേഷിച്ചു. അപ്പോൾ ഇതിൽ ഒരുപാട് ജോബ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ വർക്കിന് കയറിയോടാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത് ഈ ഒരു വർക്കിനോട്. അപ്പോൾ എനിക്ക് അബ്രോഡ് നോക്കണമെന്നുണ്ട്. ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ അബ്രോഡിൽ ഒരുപാട് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഡ്രീമാണ് അബ്രോഡിൽ പോയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളത്. ആ ഒരു ഫീൽഡിൽ തന്നെ ആവണമെന്നുണ്ട് എനിക്ക്. ഇവിടെ വന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അനിഷ്മ ഫീൽ ചെയ്യുന്നത്? അത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അക്കാദമിയിൽ പഠിച്ചിറങ്ങി, ആ അക്കാദമിയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ക്വാളിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു ജോബിന് കയറാൻ പറ്റത്തില്ല. നമ്മൾ ഇൻ്റർവ്യൂവിന് വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് ഇവിടുത്തെ സ്റ്റാഫ്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് പഠിക്കാനും എല്ലാത്തിനും നമുക്ക് എത്ര പ്രാവശ്യം ചോദിച്ചാലും അവർ പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സർട്ടിഫിക്കേഷൻ്റെ രീതിയിലല്ലാണ്ട് നമ്മളിവിടെ വന്ന് നേരിട്ട് എല്ലാം പഠിച്ച് ഡയറക്റ്റ് നമ്മൾ ജോബിന് പോകുന്നതായിരിക്കും ബെറ്റർ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം. എനിക്ക് അതാണ് ഫീലായത്. ഞാൻ അറിഞ്ഞിടത്തോളം പല വിഭാഗത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുന്നൊരു ഹോസ്പിറ്റലാണ് കോയാസ്. അപ്പോൾ അവിടെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആക്കി നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇന്റേൺസ് ഗ്ലോബൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് സർവീസസിനെ കുറിച്ച് അറിയാനും ഇന്റേൺഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.